Assalamu alaikum. Hi, hello and welcome back to our channel, My Cooking Stories. അപ്പോൾ ഇന്നത്തെ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്, നമ്മുടെ ചാനലിൽ ഇന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോസ് കണ്ടവർക്കും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും ഫീഡ്ബാക്സ് ഒക്കെ അറിയിച്ചവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതുവരെ കാണിച്ച എല്ലാ റെസിപ്പീസും ഭയങ്കര സിമ്പിളായിട്ട്, അതായത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റെസിപ്പീസാണ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആയ ഫാലൂദ ഒരു അടിപൊളി ഡെസേർട്ടാണത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട്. അത് അത്യാവശ്യം ഒരു റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണത്. ഒരു 2 months കൊണ്ട് തന്നെ 2.5K ഒക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പം നമ്മളൊരു 1K ആയിട്ടുള്ള ഈ ഒരു വീഡിയോയിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡബിൾ ചോക്ലേറ്റ് മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഡബിൾ ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വൈറ്റ് ചോക്ലേറ്റ് ആണ്. നമുക്ക് 100 grams ആണ് വൈറ്റ് ചോക്ലേറ്റ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഇതിന് ഇപ്പം ഡയറി മിൽക്കോ അങ്ങനത്തെ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഇതിനെടുക്കാം. ഇതും നമുക്ക് 100 grams ആണ് ആവശ്യമുള്ളത്. ഇതും ഞാനിപ്പം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 200 ml വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഓഫാക്കി കൊടുക്കാം. അധികം ഇട്ട് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ വിപ്പിംഗ് ക്രീം നമുക്ക് ഈക്വൽ പോർഷൻസ് ആയിട്ട് 2 ചോക്ലേറ്റിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് ഈ ചൂടിൽ തന്നെ ഈ ചോക്ലേറ്റൊക്കെ ഇതിൽ മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് ഒരു 300 ml വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സോഫ്റ്റ് പീക്ക് കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്കിത് ബീറ്റ് ചെയ്യാം. ഇനി ഈ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം നമുക്ക് 2 ഈക്വൽ പോർഷൻസ് ആക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് കുറച്ചായി ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മൂസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്യാം. പക്ഷേ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുമ്പോഴും കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ഈ ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടിയുള്ള ഈ ഒരു മിക്സ്ചർ ഞാൻ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ലെവലായിട്ട് കിട്ടും. ഇനി അതിൻ്റെ മുകളിലായി വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സ്ചറും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടും ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുകളിലത്തെ ലംസൊക്കെ പോയി ഒന്നൊരു ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ്. മുകളിൽ ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് വേണമെങ്കിൽ ഇതിന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡബിൾ ചോക്ലേറ്റ് മൂസ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്